റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാത്തിരിക്കുന്നുണ്ട്. അതായത് 2022 നാഷണൽ അവാർഡ് ഈ 2024 പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് മമ്മൂക്കയ്ക്കാവണമെന്നും മമ്മൂക്കയ്ക്കായിരിക്കും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലാണ്. കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പോൾ മമ്മൂക്കയുടെ ആരാധകരെന്ന് മാത്രമല്ല, ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനമാണ് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ആരായാലും മലയാളത്തിലേക്ക് ഒരു ദേശീയ അവാർഡ് വീണ്ടും എത്തിക്കുക എന്ന് പറയുന്നത്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതിപ്പോൾ അദ്ദേഹം വിൻ ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ നാഷണൽ അവാർഡാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സന്തോഷിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് അവിടുന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിലുള്ള നമുക്കറിയാം ജൂറിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡിനുള്ള മത്സരം നടക്കുന്നത് മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും തന്നെയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാര്യം അതിന് ഏകദേശം ഒരു സ്ഥിരീകരണം അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള ഈ ഒരു മത്സരത്തിനകത്ത് ജൂറിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ മുൻതൂക്കം ഇപ്പോൾ മമ്മൂക്കയ്ക്കാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാര്യം ഋഷഭ് ഷെട്ടിയെക്കാട്ടിലും കാര്യം അതിനകത്തുള്ള അവർ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അതിനോടൊപ്പം റോഷാക്കിലെ പെർഫോമൻസ് ജൂറിയിൽ ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. റോഷാക്കിനകത്ത് ലൂക്ക് ആൻ്റണി എന്ന് പറയുന്നത് കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നൻപകൽ നേരത്ത് മയക്കത്തിനോടൊപ്പം റോഷാക്കും കൂടെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ചില ജൂറി അംഗങ്ങൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസിനെ മറികടന്ന് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡിനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ്. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് വീണ്ടും മമ്മൂക്കയുടെ കയ്യിലിരിക്കും 4ാമത്തെ നാഷണൽ അവാർഡും. അപ്പം അമിതാഭ് ബച്ചനോടൊപ്പം പിന്നെ ഇന്ത്യയിൽ 4 പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ മമ്മൂക്ക മാത്രമായി തീരും. ഇപ്പം ഈ പറഞ്ഞ കണക്ക് 3 നാഷണൽ അവാർഡ് വാങ്ങിച്ച മമ്മൂക്കയും കമലഹാസനും അജയ് ദേവ്ഗണും ആണെങ്കിൽ അമിതാഭ് ബച്ചൻ മാത്രമാണ് നിലവിൽ 4 നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള മികച്ച നടനുള്ള. അപ്പം അതിലേക്ക് മമ്മൂക്കയും കൂടെ എത്തുകയാണ്. കാര്യം അതിനുള്ള എല്ലാവിധ സൂചനകളും എത്തിയിട്ടുണ്ട്. കാര്യം റോഷാക്കിലെ ലൂക്ക് ആൻ്റണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ആ ജൂറിയിൽ അധികം ആളുകൾക്കും വളരെ മികച്ച അഭിപ്രായം. കാര്യം അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ തന്നെ നൻപകൽ നേരത്തെ മയക്കത്തിനകത്ത് പെർഫോമൻസ് നമുക്കറിയാം വളരെ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും അതായത് മികച്ച നടനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇവിടെ സ്റ്റേറ്റ് അവാർഡ് പരിഗണിച്ചപ്പോൾ പോലും നൻപകൽ നേരത്തെ മയക്കത്തിനായിരുന്നു കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ റോഷാക്ക് ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലെങ്കിലും നാഷണൽ അവാർഡിൻ്റെ ഈ ജൂറിയുടെ മുമ്പിൽ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ അവർക്ക് വളരെയേറെ സ്വാധീനം അവരിൽ ചെലുത്തിയിട്ടുണ്ട്. കാര്യം അവർ പറയുന്നത് അഭിനയത്തിൻ്റെ വിവിധമായിട്ടുള്ള ഘട്ടങ്ങളാണ് ആ സിനിമയ്ക്കകത്ത് കാണുന്നത്. കാര്യം വളരെ ക്ഷീണിതനായിട്ടുള്ളതുപോലെ ആ പക വീട്ടുന്ന രീതിയിലുള്ള അങ്ങനെ പല രീതിയിലുള്ള ഭാവങ്ങൾ ലൂക്ക് ആൻ്റണി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ മാത്രം അവർക്ക് എടുത്തു കാണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ തന്നെയായിരിക്കും അവർ കൂടുതൽ എടുത്തു കാണിക്കാൻ സാധ്യത. കാര്യം ജൂറിയിൽ റോഷാക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ അട്ടിമറികളൊന്നും സംഭവിച്ചില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല, ശുഭപ്രതീക്ഷയ്ക്കുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടുന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 4ാമത്തെ നാഷണൽ അവാർഡ് മമ്മൂക്കയുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ജൂറിയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകാൻ സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ട കണക്ക് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ള കണക്ക് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കണക്ക് മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും കൂടെ ഏറ്റവും മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പം ഇന്ത്യയിലുള്ള മുഴുവൻ സിനിമകളെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതെങ്കിലും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ഷെയർ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള 2 നടന്മാരാവുമ്പം നാളെ എന്തെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇരുവരെയും കൂടെ നാഷണൽ അവാർഡിന് പരിഗണിക്കാൻ ഇപ്പോൾ ജൂറിയുടെ മുമ്പിലുള്ള ഏക ബുദ്ധിമുട്ട്. അപ്പം ആ ബുദ്ധിമുട്ട് ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങിയില്ലെങ്കിൽ ഒന്നുകിൽ മമ്മൂക്കയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കും ഋഷഭ് ഷെട്ടിക്കുമായിട്ട് ഏതാണ്ട് വീതിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ചർച്ചകളാണ് നാഷണൽ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കാം. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നാഷണൽ അവാർഡ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. അത് മമ്മൂക്കയ്ക്ക് തന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.